Indian actress running. മതി ഇങ്ങോട്ട് വന്നേ. ഞങ്ങളിപ്പോ ലേക്ക് ഡിസ്ട്രിക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്, അവരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അടുത്താള് വാ. നീ വരുന്നില്ലേ? ഒരു മെറ്റക്കുട്ടിയും കൂടെ ഉണ്ട്. മതി. നമ്മുടെ യാത്ര തുടങ്ങിയപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ മാറി, മേഘങ്ങളൊക്കെ ഇരുണ്ട്, ആകെപ്പാടെ ഒരു രക്ഷയില്ലാത്ത പെരുമഴയായി. വെൽക്കം ടു UK. ഇതാണ് മാഞ്ചസ്റ്റർ. അപ്പം ഇവിടുത്തെ വെതർ ഇസ് അൺപ്രഡിക്റ്റബിൾ. നമ്മളിനി വിശന്നിട്ട് ഇവിടെ സർവീസിൽ ഫുഡ് കഴിക്കാൻ കയറിയാണ്. ലഞ്ച് ടൈമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ഓൾറെഡി ഒരു 12 മണിയായി. അപ്പോൾ എന്തെങ്കിലും കഴിക്കാം, ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ സർവീസിൽ വല്ല ജക്സോ KFC അങ്ങനെ എന്തെങ്കിലും. നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ കാരണം തന്നെ ഷാൻ റഹ്മാനാണ്. ഷാൻ റഹ്മാൻ നമ്മളെ ചതിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. പുള്ളിക്ക് ഇവിടെ ഒരു കോൺസേർട്ട് പ്ലാൻ ഉണ്ടായിരുന്നു പ്രസ്റ്റണി വെച്ചിട്ട്. നമ്മളതിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അവരത് ക്യാൻസൽ ചെയ്തിട്ട് കേംബ്രിഡ്ജിൽ കൊണ്ടുപോയി നടത്തി. ഇവിടെ ടിക്കറ്റ്സ് സെയിൽ ആയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അതെ, എനിക്കത് തീരെ ഇഷ്ടപ്പെടില്ല. കാരണം ഇവിടെ അല്ലെങ്കിലും മാഞ്ചസ്റ്ററിനോട് എല്ലാവർക്കും അവഗണനയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചോട്ടാ മുംബൈ സിനിമ പോലും മാഞ്ചസ്റ്റർ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം മണിയമ്പിള്ള രാജേട്ടാ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരിപാടി ഇവിടെ റിലീസ് ചെയ്യണേ. ചോട്ടാ മുംബൈ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഗ്രെക്സിൽ പോയി ചെറുതായിട്ടൊരു സ്റ്റേക്ക് ബേക്കും ചിക്കൻ ബേക്കും ഒക്കെ വാങ്ങിച്ചിട്ട് അത് കഴിച്ച് തൽക്കാലം വിശപ്പടക്കിയിട്ട് നമ്മൾ ബാക്കി ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോയി കഴിക്കാനാണ് പ്ലാൻ. കാരണം നമുക്കൊരു 1.5 മണിക്കൂറത്തെ ഡ്രൈവേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ Indian actress running. Okay, we are almost nearing the Windermere. നമ്മൾ വിൻറ്റർമെയർ എക്സാക്ട്ലി നമ്മളിപ്പോൾ പോയില്ല ഇത്തവണ. കാരണം ഓൾറെഡി നമ്മളെല്ലാവരും ഒരു 2-3 തവണ ഓൾറെഡി വിൻറ്റർമെയർ ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെയും വിൻറ്റർമെയർ പോകുന്നില്ല. നമ്മുടെ ലക്ഷ്യം വേറെ ലൊക്കേഷനാണ്. നമ്മളുടെ മെയിൻ ഇന്നത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഐറ ഫോഴ്സ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിൻ്റെ വഴിയിലെല്ലാം നമ്മൾ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടിട്ട് ഓരോ രക്ഷയില്ല, ഭയങ്കര രസമായിട്ട് നമ്മൾ അവിടെ ഇറങ്ങി സ്ഥലം കണ്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് പൊക്കോണ്ടിരിക്കുക. ആദ്യമായിട്ട് ലേക്ക് ഡിസ്ട്രിക്ട് വരുന്നവരാണെങ്കിൽ വിൻറ്റർമെയർ ഗ്രാസംമെയർ ഒക്കെ പോകണം കേട്ടോ. ഞങ്ങൾ ഓൾറെഡി പോയത് കൊണ്ടാണ് പിന്നെ പോവാത്തത്. പിന്നെ ഞങ്ങൾക്ക് ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളൊരു സ്വഭാവമാണ് ഞങ്ങളെ ക്യാമറയുടെ ബാഗ് എവിടെയെങ്കിലും വെച്ച് മറന്നു. ലണ്ടനിലാകുമ്പോൾ നമ്മൾ സൈക്കിൾ റൈഡ് ചെയ്യുന്നത് സൈക്കിളിലായിരുന്നു വെച്ച് മറന്നിട്ടുണ്ടാവുക. പിന്നെ ബാംഗ്ലൂരാണെങ്കിൽ നമ്മൾ സ്കൂട്ടറിൽ വെച്ച് മറന്നിട്ടുണ്ട്. എവിടെ പോയാലും ഈ സംഭവം മറക്കും. പക്ഷേ ദൈവാനുഗ്രഹത്തിന് ഇത് നമ്മുടെ കയ്യിൽ തന്നെ അവസാനം വന്ന് കിട്ടും. വെള്ളം വീണ കുഴപ്പമുണ്ടോ? അവര് ചാകുമോ? നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ചന്നം പിന്നെ കുറെ വിന്റേജ് കാർസ് പോകുന്ന കാണുന്നുണ്ടായിരുന്നു. നമുക്കിതിങ്ങനെ വെറുതെ അവർ ഉടമസ്ഥരെ ഓടിച്ചോണ്ട് പോകുന്നിരിക്കുന്നു വിചാരിച്ചു. പക്ഷെ ഇത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഇവന്റ് ആയിരുന്നു. വിന്റേജ് കാർസ് അവർക്ക് ആ ഇവന്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് ലേക്ക് ടൂർസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയായിരുന്നു അത്. കുത്തും കുത്തും കേട്ടോ, ഓടിച്ചിട്ട് കുത്തും ചിലപ്പോ. മതി ഇങ്ങോട്ട് വന്നേ. ഹലോ. യെസ്, ഞങ്ങളിപ്പോൾ ഇവിടെ ഓൾസ് വാട്ടർ ലേക്കിൻ്റെ അടുത്താണ്.
ആക്ച്വലി നമ്മൾ ഓൺ ദ വേ ടു ഐറ ഫോഴ്സ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ഓൺ ദ വേ ഇവിടെ ഈ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് നിർത്താണ്ട് ഇരിക്കാൻ തോന്നിയില്ല, ഒരു രക്ഷയില്ല. അടിപൊളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിന്റെ യാത്രയേ ഉള്ളത്, ഇപ്പോൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ആവുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ വഴിയിലും ഓരോ സ്ഥലം കാണുമ്പോൾ നിർത്തി കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാ. ലേക്ക് ഡിസ്ട്രിക്ട് അടിപൊളിയാണ്. അവിടെ ഒരു മല കാണുന്ന പറഞ്ഞാൽ അവിടെ ഉള്ളവർ എന്താണേലും എപ്പോഴേലും ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ലേക്ക് ഡിസ്ട്രിക്ട്. ഒരു രക്ഷയില്ല. തോളി ചെറിയ കാര്യം പറഞ്ഞ തോളി ദൂരെ കുതിക്കും കണ്ടോ. അയ്യോ എടിങ്ങ ദൂരെ കീഴെ കുതിക്കും. കണ്ടു ശരിയായി. ഇപ്പൊ പ്രോ ആയി. കണ്ടു വീണ്ടും കൈ തളർത്തിട്ട് ഇച്ചിരി ഒന്ന് കുടിച്ചേ, ഇച്ചിരി ഒന്ന് കുടിക്കേ. നമുക്കൊരു ബ്രൗണിഷ് വെള്ളമാണ്, അതായത് നല്ല ക്ലിയർ വാട്ടർ. അതെ നല്ല ക്ലിയർ വെള്ളമാണ്, നമുക്കത് കാണാൻ പറ്റും. ഇത്രയും നല്ല ക്ലിയർ വെള്ളം ഇവിടെ കിട്ടില്ല. മറ്റേ ഇതിടാം, ബസ്സിന് പുറത്ത് കയറുമോ? തിരിഞ്ഞു നോക്കിക്കേ, ബസ് പോയി. അതല്ല അവിടെ, നിങ്ങൾ ഏത് കാട്ടിലോട്ടാ പോണേ? ആണ്ട് അതിനകത്തുണ്ട്. ഇതൊരു രസമില്ലല്ലോ ഈ. സോ ഇഫ് യു ആർ ഗോയിങ് ടു ഐറ ഫോൾസ്, ഇതാണ് നമുക്കുള്ള വെൽക്കം പ്ലേസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ഒബ്വിയസ്ലി ഇവിടുത്തെ കോയിൻസ് ഉണ്ടാകാൻ സാറില്ല, കാരണം ആരും കോയിൻസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. നമുക്ക് 2 hours 6 point something ആണ് വരുന്നത്. ഇനി അതല്ല 4 hours വരുമ്പോഴത്തേക്കും 8 point വരും. ആൻഡ് പിന്നെ 9 hours ആണുള്ളത്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ല രസമുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുരുവിയൊക്കെ ഉണ്ട്, നല്ല രസത്തിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിയത് ഏകദേശം ഉച്ച സമയത്തൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഉച്ച സമയം കഴിഞ്ഞ് ഇപ്പം ഇവിടെ വൈകുന്നേരം സമയം ഏകദേശം ഒരു 4:15 ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത ഒറ്റ ഡെസ്റ്റിനേഷനിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ അതുതന്നെയാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ബിക്കോസ് മോർ ദാൻ ദ ഡെസ്റ്റിനേഷൻസ് ഇറ്റ്സ് എ പീപ്പിൾ ആൻഡ് നമ്മൾ ഇടയ്ക്ക് വെച്ച് പോകുമ്പോൾ കാണുന്ന വഴികൾ, അതൊക്കെയാണ് നമ്മളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. സോ ഇപ്പം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു യാത്ര കംപ്ലീറ്റ്ലി വന്നിരിക്കുന്നത്. ഇപ്പം ഇഷ്ടമുള്ള സ്ഥലത്ത് വണ്ടി നിർത്തുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുക, ജസ്റ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ. ഫോട്ടോ എടുക്കുക, എവിടെയെങ്കിലും ഇടുക, ജസ്റ്റ് ലിവ് ഇൻ ദ മൊമെൻറ്റ്. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഒരു 4 മണിക്ക് മുന്നേ വന്നില്ലെങ്കിൽ അവിടുത്തെ വെൽക്കം ബിൽഡിംഗ് ക്ലോസ് ആവും. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ആരുടെ കയ്യിലും കാശ് ഉണ്ടാകത്തില്ല, കാർഡായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കോയിൻസ് ഇട്ട് അങ്ങനെ എടുക്കാം ഫ്രം ദ മെഷീൻ. അല്ലെങ്കിൽ അവിടെ നാഷണൽ ട്രസ്റ്റിൻ്റെ ഈ ഒരു വെൽക്കം ഓഫീസ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. വലിയ റേറ്റ് ഒന്നുമില്ല. ഫോർ 2 hours ഇപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നത് 6 pound ആണ്. 6 pound ആണ്.
നമ്മൾ വെറുതെ ഈ വഴി വന്നതേ ഉള്ളൂ കേട്ടോ. ഈ വഴി തെറ്റായ വഴിയാണ്, പക്ഷേ കണ്ടപ്പോൾ നല്ല രസം തോന്നി, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നേരെ കൊണ്ട് വന്നതേ ഉള്ളൂ. വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഐറ ഫോഴ്സ് എന്ന്. ഹലോ ബാ പോവാം, എന്നെ വിളിക്കുന്നു ഗൈസ്. നമുക്ക് വാട്ടർഫോൾസിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു 40 minutes ആണ് വാക്ക് ഉള്ളത്. അപ്പം ആ പോണ വഴിയൊക്കെ ഭയങ്കര രസം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കണ്ട പിന്നെ എന്റെ കൈ വിട്ടു പോകും. എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതായിരിക്കും ബാക്കിയുള്ളവർക്ക് നല്ലത്. എനിക്ക് പിന്നെ ഇങ്ങനെ കണ്ട പള്ളക്കൂടെ കാടിക്കൂടെ കയറി നടക്കാൻ തോന്നും. ആ കളകൂചനങ്ങളൊക്കെ കിട്ടോ. ഐ വോണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ്. വില്യം ബേർഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസിലെ ഓപ്പണിംഗ് ലൈനാണ്. ഈ ഒരു ലൈൻ അദ്ദേഹം എഴുതിയത് ഇവിടേക്കുള്ള പല ടൈമിൽ ഇവിടേക്കുള്ള വിസിറ്റിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വില്യം ബേർഡ്സ്വർത്തിന്റെ സ്വന്തം സ്ഥലമാണ് ഇതിനടുത്തുള്ള ഗ്രാസ്മിയർ എന്ന് പറയുന്നത്. നിങ്ങളൊരു ലിറ്ററേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്താണെങ്കിലും വില്യം ബേർഡ്സ്വർത്തിനെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലം. കാരണം അദ്ദേഹത്തിന്റെ 3 ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഐക്കോണിക് ആയിട്ടുള്ള പീസസിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നീ ഇരിക്കേ. ആ നൈസല്ലേ, വൈബാണ്. അതിനകത്ത് തുളയൊക്കെ ഉണ്ട്. തുളക്കകത്ത് കൈയിട്ടാലോ. പാറ ഓ വെതർ നൈസായല്ലോ. നിന്നാലും അറിയുവാനാകുമോ സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാ. അവളെന്നെ അധികം പ്രോത്സാഹിപ്പിക്കത്തില്ല. ചെറുപ്പച്ചളി വിറ്റ് കഴിഞ്ഞ് ഓടിക്കും. നീ വരുന്നില്ലേ? അവരൊന്ന് കഴുകിയല്ലോ, ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് കഴുകാമല്ലോ. ഞാൻ നോക്കാം ഷൂരി ചാടി ഒറ്റ പോക്കാം. നല്ല രസം ഇവിടെയൊക്കെ ചുമ്മാ വന്നിങ്ങനെ. അപ്പം ഐറ ഫോഴ്സ് വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഗ്രാസ്മിയറിൽ നമുക്ക് അധികം ഭക്ഷണത്തിനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും ആദ്യം കണ്ട എവിടെയെങ്കിലും കയറാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് കയറി. വളരെ കോസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ആരൊക്കെയോ എന്തൊരു കോസ്റ്റ്യൂം പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോക്കറ്റ് കാലിയാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, ഐ മീൻ ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്കിവിടെ കപ്പയും ബീഫും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പം ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ചെറുതായിട്ട് ഒരു ലോഡർ ഫ്രൈസ് മാത്രം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷൻ കണ്ടുപിടിച്ചു. നമ്മളൊരു തായ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിനെ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ റേറ്റ് ആണെങ്കിൽ കുറച്ച് അഫോർഡബിൾ ആണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ലൈക്ക് ഫുള്ളി ലിറ്റപ്പ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, ഫുൾ ഡെക്കറേറ്റഡ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളിങ്ങനെ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കൊരു ബാലി വൈബാണ് തോന്നിയത്. മൊത്തത്തിൽ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഒരു ബാലി ബീച്ച് വൈബാണ് ശരിക്കും ഇവിടെ തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സ്പ്രിംഗ് റോൾസ്, ഡക്ക് സ്പ്രിംഗ് റോൾ ആൻഡ് വെജ് സ്പ്രിംഗ് റോൾ. പിന്നെ അതാണിത്, ഡക്ക് സ്പ്രിംഗ് റോൾ. മുമ്പേ കണ്ടത് വെജ് സ്പ്രിംഗ് റോൾ. ദിസ് ഈസ് ദ ഐറ്റം. പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പലരുടെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്, ഹാനയുടെ ഒക്കെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ഇഷ്ടമുള്ള സാധനം നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ കഴിക്കണത്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് അത് ട്രൈ ചെയ്യുന്നതായിരുന്നു. പക്ഷെ നല്ല അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് YHA ഹോക്സ് ഹെഡിലേക്കാണ്. അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്ലാൻ ആയിരുന്നു. നമ്മുടെ ആശാൻ ചതിച്ചുകൊണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് പ്ലാൻ ആണെന്നറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്റ്റേയും കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ നമ്മൾ എടുത്ത സ്ഥലം നമുക്ക് ഒട്ടും മോശമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു വൺ ഓഫ് നല്ല പ്ലേസ് തന്നെയാണ്. ഇതൊരു ഹോസ്റ്റലാണ്, യൂത്തിൻ്റെ ഒരു ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ മാത്രമല്ല, ഫാമിലിക്കും ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലും നല്ലൊരു സ്പേസാണ് നമുക്കുള്ളത്. ഒരു വലിയൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഉള്ളിലെ ഒരു സ്പേസാണ് നമ്മൾ എടുത്തത്. ഒരു ഡോർമെട്രിയാണ്. ഈ ഡോർമെട്രി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ധ്യാനം വൈബാണ് തോന്നിയത്. അല്ലെങ്കിൽ നമ്മുടെ വിവാഹമൊരുക്ക സെമിനാറിന് പോയപ്പം അവിടെ താമസിച്ച പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പം അതുപോലത്തെ ഒരു ഡോർമെട്രി ആയിരുന്നു അത്. ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഫാമിലി ഡോർമെറ്ററീസ് അവൈലബിൾ ആണ്. അതുപോലെ പെറ്റ്സ് ആർ അലൗഡ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റുമാണെങ്കിൽ തന്നെയും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ലേക്ക് ഉണ്ട്.
സോ കുറച്ച് നമുക്ക് റേറ്റ് കുറഞ്ഞുള്ള സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതൊരു ചെറിയൊരു ട്രിപ്പാണ്. നമ്മൾ ജസ്റ്റ് ഇന്നൊരു 1 നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ ഒരു ഉച്ചവരെ ലേക്ക് ഡിസ്ട്രിക്റ്റ് കറങ്ങി തിരിച്ച് വീട്ടിൽ പോകുന്നു. കാരണം എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നു. നാളെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ. സബ്സ്ക്രൈബ്.